നമസ്കാരം. ഒരു ഭൂലോക ഉഡായിപ്പുകാരൻ മനാഫ് എന്ന ലോറി ഉടമയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കർണാടകയിലെ SIT അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇയാളെ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ ഇപ്പോൾ അസൗകര്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും SITയുടെ മുന്നിൽ ചെല്ലാതിരിക്കാൻ അവന് പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ചെന്നേ മതിയാവും. അയാളിപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മാപ്രകളുടെയൊക്കെ മുന്നിൽ കിടന്നിട്ട് മെഴുകുന്നത് ഞാൻ ഈ ധർമ്മശാലയെ പറ്റിയുള്ള വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ മതസ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അയാളുടെ ചാനലിൽ കൂടെ ചെയ്യുക മാത്രമല്ല, മറ്റ് ചാനലുകൾക്ക് അയാൾ അഭിമുഖം കൊടുക്കുകയും ചെയ്തു. അതിൽ ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും ഒരു സമൂഹത്തിനോട് ചെയ്തു വെക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കാണുക. അവൻ്റെ ശരീരഭാഷ, അവൻ ഓരോ വാക്കും പറയുന്നതിന് മുമ്പ് തപ്പിപ്പെറുക്കി ബബ്ബ അടിച്ച് പറയുന്നത്, ഇതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക. ജയിലിടിച്ച് വീണാൽ പോലും പുറത്തിറങ്ങാൻ യോഗ്യതയില്ലാത്ത ഒരുത്തനാണ് ഈ മനാഫ് എന്ന ലോറിയുടമ എന്ന് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഏവരും വിലയിരുത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇതാ കണ്ടു നോക്കുക. അയാൾ നേരിട്ട് സംസാരിച്ച ആളാണ്. ഞാൻ അയാളെ കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ അസ്ഥിക്കൂടെ എടുത്ത് വീഡിയോ എടുത്തത് ഞാനാണ്. ഇപ്പോൾ ചാനലിൽ വരുന്നത്. അപ്പം നമ്മളെ ആ കണ്ട അയാളായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച പ്രകാരം മനസ്സിലാവുന്നത് 1000-ൽ കൂടുതൽ ശവങ്ങൾ, അതായത് മൃതശരീരങ്ങൾ അയാൾ തന്നെ ഡിസ്പോസ് ചെയ്തിരിക്കണേ. പ്രൈവറ്റ് അമ്പല, അതിൻ്റെ വരുമാനം 100% ഈ ഒരു ഫാമിലിക്ക് പോണതാണ്. ഒരുപാട് ആൾ ശുചീകരണ തൊഴിലാളി പറഞ്ഞ പ്രകാരം അയാൾ നേരിട്ട് സംസാരിച്ച ആളാണ്. ഞാൻ അയാളെ കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ അസ്ഥിക്കൂടെ എടുത്ത് വീഡിയോ എടുത്തത് ഞാനാണ്. ഇപ്പോൾ ചാനലിൽ വരുന്നത്. അപ്പം നമ്മളെ ആ കണ്ട അയാളായിട്ട് പരിചയപ്പെട്ട് സംസാരിച്ച പ്രകാരം മനസ്സിലാവുന്നത് 1000-ൽ കൂടുതൽ ശവങ്ങൾ, അതായത് മൃതശരീരങ്ങൾ അയാൾ തന്നെ ഡിസ്പോസ് ചെയ്തിരിക്കണേ. ഇപ്പോൾ ഉള്ള കേസുകളൊക്കെ ആ ചുറ്റുപാടുള്ളതാണ് അധികം. ബാക്കിയുള്ളതൊക്കെ പുറത്തുള്ളതുണ്ട്. ഒരു കുട്ടീനെ കൊന്നത് പിന്നെ അനന്യ ഭട്ട് MBBS സ്റ്റുഡൻ്റേനു. സുഹൃത്തുക്കളെ കൂടെ, അവിടെയുള്ള ധർമ്മസ്ഥലയുള്ള സുഹൃത്തുക്കളെ കൂടെ പോരുന്ന ടൈമിന് അമ്പലത്തിൽ പോവാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഈ പെൺസുഹൃത്തുക്കൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് വരുന്ന ആ ഒരു ടൈം അമ്പലത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല. അവരൊക്കെ ഇപ്പോൾ നീറി ജീവിക്കുകയാണ്. ഈ അനന്യ ഭട്ടിൻ്റെ അമ്മനെ അടിച്ച് പണിയാക്കിയിട്ട് ഒരു ഗോഡൗണിൽ ഇട്ടിട്ട് പിന്നെ മരണപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതിന് കാട്ടിലേക്ക്. പിന്നീട് ആരോ കണ്ടെത്തിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് 3-4 മാസം കോമയിലേനു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്രൂരമായ ഇതാണ്. സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ജീവനും എന്താ പറയുക, ഒരു റിസ്ക് ഏറ്റെടുത്തിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ സത്യത്തിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും. അവൻ്റെ ശരീരഭാഷ, അവൻ്റെ കണ്ണുകളിലെ ചലനം, മാത്രമല്ല അവൻ ഓരോ വാക്കും പറയുന്നതിന് മുമ്പ് ആലോചിച്ച് തപ്പിപ്പെറുക്കി ബബ്ബ അടിച്ചിട്ടാണ് അവൻ ഈ പറയുന്നത്. അവൻ പറയുന്ന അതിൽ കേൾക്കുന്ന നമുക്കറിയാം, ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ് അവൻ പറയുന്നത്. ഒരു അസ്ഥികൂടോ ഒരു തലയോട്ടിയൊക്കെ ഇവർ അവിടെ നിന്ന് കിട്ടിയതാണ്, ഒരു യുവതിയുടെയാണ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിച്ച സംഗതിയൊക്കെ ഒരു പുരുഷൻ്റേതാണ് എന്ന് ഇതിനകം തന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല 1000-ലധികം യുവതികൾ കൊല്ലപ്പെട്ടു, അവിടെ മറവ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് ഏത് നാട്? ഇത് എവിടെ നടന്ന സംഭവം? ഇതെന്ത് വെള്ളരിക്കപ്പെടണോ? കർണാടക സംസ്ഥാനത്ത് നിന്നും അതിന് പുറത്തു നോക്കിയായിട്ട് 1000-ഓളം യുവതികൾ കാണാതായി, അവർ കൊല്ലപ്പെട്ടു. ഇതുപോലൊരു ധർമ്മസ്ഥല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ക്ഷേത്രമാണെന്ന് അവൻ തന്നെ പറയുന്നിടത്ത് അയാൾ കൊണ്ട് കൊന്നു കുഴിച്ചു മൂടി എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് കാലത്ത് ഏത് നാട്ടിൽ നടന്ന സംഭവമാണ് എന്നെങ്കിലും ഓർക്കണ്ടേ? ഒന്നുകിൽ വലിയ ഗൂഢാലോചനയും ഫണ്ടിങ്ങും ഒക്കെ ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നു. അവരുടെയൊക്കെ ചട്ടുകമായിരിക്കും ഇവന് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടായിരിക്കാം. ഇനി അതെല്ലാം എന്തായാലും പുറത്തേക്ക് വരും. കാരണം SIT ഇവനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവൻ കേരള പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് കേരള സർക്കാരിനെ കൂടി ഇതിനകത്ത് പിടിച്ച് വലിച്ചിടാൻ? അല്ലെങ്കിൽ കേരള പോലീസിന് എന്താണ്, കേരള സർക്കാരിന് എന്താണ് ഈ കേസിനകത്ത് താല്പര്യം? അവരാണോ ഇത് ഫ്രെയിം ചെയ്തത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവൻ കേരള പോലീസിൻ്റെ ഈ സഹായം തേടുന്നത്? ഇവനെ മറ്റൊരു സംസ്ഥാനത്തെ SIT ആണ് അവിടെ വിളിപ്പിച്ചിരിക്കുന്നത്. ആ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീമാണ്. അപ്പോൾ അവിടെ പോകുക. മടിയിൽ കനവില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കള്ളമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ചെല്ലുക. അവിടെ ഒന്നുമില്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നു വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുക. മറിച്ച് ഇവനിതെല്ലാം ഉടായ്പാണ് എന്ന് തെളിഞ്ഞാൽ ജയിൽ ഇടിഞ്ഞു പോയാൽ പോലും ഇവ പുറത്ത് വരാത്ത രീതിയിൽ അകത്ത് കിടക്കണം. അല്ല തൂക്കിക്കൊല്ലുമൊന്നുമല്ല ചെയ്യേണ്ടത്, ആജീവനാന്തം ഇതുപോലുള്ളവൻ അകത്ത് കിടക്കണം. അത് അത്രയേറെ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. നിന്നോടൊരു കാര്യം വളരെ ലളിതമായിട്ട് ചോദിച്ചോട്ടെ. നീ കുറേ നാളിന് മുമ്പ് ഈ മദ്രസ വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ വലിയ വർത്തമാനമൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല കുഞ്ഞെ, അറിയാമല്ലാണ്ട് ചോദിക്കുക. നിന്നെയൊക്കെ ഈ മദ്രസയെ പരിശീലിപ്പിക്കുന്നത് ഇതുപോലെ കള്ളം പറയാനും അന്യമത വിദ്വേഷം ഉണ്ടാക്കാനും അന്യമതസ്ഥരുടെ ആരാധനാലയത്തിൽ ചെന്നിട്ട് അതിനെപ്പറ്റി അപമാനിക്കാനും അപഹസിക്കാനും അവരുടെ വിശ്വാസത്തെ തകർക്കാനും വേണ്ടിയിട്ടാണ് നിനക്കൊക്കെ പരിശീലനം കിട്ടുന്നത് മദ്രസയിൽ? അല്ല അറിയാമല്ല ചോദിക്കുക. നിനക്കൊക്കെ എന്തിൻ്റെ ക്രിമികടിയാണ് എന്ന് കയറി കൊടുക്കുക.